ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം വൈറലായിട്ടുള്ള ബൺ മസ്ക ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഉപ്പില്ലാത്ത ബട്ടർ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാൻ. അതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് വാനില എസൻസും മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതാ ക്രീം റെഡിയായി. ഇനി ഇതിലേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് വേണം. ബണ്ണ് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആവശ്യത്തിന് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ബൺ മസ്ക റെഡിയായി. ഇനി ഇത് ടിപ്പ് ചെയ്ത് കഴിക്കാൻ ഒരു സ്പെഷ്യൽ ചായ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെ കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായയും അതുപോലെ നല്ല കടുപ്പുള്ള ചായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ വന്നു കഴിഞ്ഞാൽ ചായ റെഡിയായി. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പാലൊന്ന് നമുക്ക് തിളപ്പിച്ച് കുറുക്കി എടുക്കണം കേട്ടോ. പാലൊന്ന് അങ്ങ് വറ്റിച്ചെടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർക്കാം. എന്നിട്ട് നമ്മൾ ചായ അരിച്ചെടുത്തിട്ട് എത്രയാണോ കടുപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാലും ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇറാനി ചായ റെഡിയായി. ഇനി ഈ ഒരു ബണ്ണ് ചായയിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ.